ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നോമ്പിലെ ഓരോ ഞായറാഴ്ചയും കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചെയ്ത് ഓരോ അത്ഭുതവും സൂചിപ്പിക്കുന്ന കർത്താവ് ചെയ്ത ഒരടയാളങ്ങളാണ് നമ്മളതിനെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നു എന്ന് മാത്രം. അതിലെ 4-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വേളയിൽ സോർ സീദോൻ എന്നീ പ്രദേശത്തു നിന്ന് കടന്നു വന്ന ഒരു കനാന്യ സ്ത്രീ പുറകെ നടന്ന് കരയുന്ന ഒരു ചിത്രമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ ഉള്ള വേദഭാഗത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവനവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് അവനെ താണു വണങ്ങിക്കൊണ്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. അവൻ സോർ സീദോൻ ദേശത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് നിലവിളിക്കുകയാണ്, കർത്താവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം, അതിൽ നിന്നുള്ള വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പുത്ര, കരുണ ചെയ്യണമേ എന്ന നിലവിളി. യേശു ആദ്യം കേൾക്കാതെ പോയി, അല്ലെങ്കിൽ കേൾക്കാത്ത ഭാവത്തിൽ പോയി. അവിടെ നിലവിളി പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. ഇസ്രായേലിലെ കാണാതെ പോയ ആളുകളെ തിരക്കിയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൾ അവനെ വിടാതെ പുറകെ നടക്കുകയാണ്. ദാവീദ് പുത്ര, കരുണ ചെയ്യണമേ, എൻ്റെ മകൾക്ക് സൗഖ്യം നൽകണമേ എന്ന നിലവിളി. ഒടുവിൽ അവൾ പറഞ്ഞു, നായ്ക്കളും യജമാനൻ്റെ മേശയുടെ കീഴിൽ നിന്ന് വീഴുന്ന ചെറിയ നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ പ്രധാന ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ആ താഴെ വീഴുന്ന നുറുക്കുകളായാലും മതി എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടാൻ. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അവളുടെ മകൾക്ക് സൗഖ്യം നേടി. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഈ പാഠഭാഗത്തു നിന്ന് നാം പഠിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. സോർ സീദോൻ ദേശത്തു നിന്ന് കടന്നു വന്ന കനാന്യ സ്ത്രീ ആരാണ്? അതിൻ്റെ ഗൗരവം നാം തിരിച്ചറിയുമ്പോഴാണ് ഈ സ്ത്രീയുടെ വേദനയുടെ ആഴം തിരിച്ചറിയുന്നത്. കനാന്യർ ആരാണ് എന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലൂടെ അത് വ്യക്തമാണ്. ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയനിരൂപണങ്ങളൊക്കെയും എത്രയും ദോഷമുള്ളതെന്നും കണ്ട് ഈ ലോകത്തിലുള്ള ഒരു പുതിയ അവസ്ഥയുണ്ടാക്കാൻ ജലപ്രളയത്തിലൂടെ സകലവും നശിച്ചു. നോഹയും അവൻ്റെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. ജലപ്രളയത്തിന് ശേഷം നോഹ കൃഷി ചെയ്ത് അവൻ മുന്തിരി നട്ടുണ്ടാക്കി. മുന്തിരിയുടെ വിളയിൽ നിന്ന് മുന്തിരിപ്പഴമുണ്ടായി. അതിൽ നിന്ന് മുന്തിരിനീരുണ്ടാക്കി അത് കഴിച്ചു. നോഹയെക്കുറിച്ച് കാണുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ ആദ്യത്തെ വിളയായിരിക്കാം. ഇതിൻ്റെ ഫലം എന്താണെന്ന് ഒരു പക്ഷേ തിരിച്ചറിയില്ലായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ എന്തായാലും നോഹ മുന്തിരിച്ചാറ് കുടിച്ച് ബോധം നഷ്ടപ്പെട്ടുപോയി.
നോഹയെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അധ്യായമാണത്. അവൻ വീഞ്ഞു കുടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം മാറിക്കിടന്നു, തുണിയില്ലാതെ കിടക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ അവൻ്റെ മക്കളിൽ ഒരുവനായ ഹാം വന്നിട്ട് ഇത് കണ്ട് അവൻ്റെ മറ്റ് സഹോദരങ്ങളെ വിളിച്ചുകൂട്ടി അപ്പൻ്റെ നഗ്നത കാണാൻ. പക്ഷേ മറ്റ് സഹോദരങ്ങൾ ഒരു തുണി കൊണ്ടുവന്ന് അതിനെ മൂടിക്കളഞ്ഞു, നഗ്നത മറച്ചു കളഞ്ഞു. പ്രഭാതമായപ്പോൾ നോഹ ഇന്നലെ സംഭവിച്ച സംഭവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അപ്പോൾ നോഹ പറഞ്ഞു, ഇത് ചെയ്ത ഹാമിൻ്റെ തലമുറ ശപിക്കപ്പെട്ടത്. ഈ ഹാമിൻ്റെ മകനാണ് കനാൻ. കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ്റെ നഗ്നത ലോകത്തെ വിളിച്ചറിയിച്ച ഹാമിൻ്റെ തലമുറയാണ് കനാന്യർ. ഈ കനാൻ ഹാമിൻ്റെ മകനാണ്. അവരുടെ തലമുറയാണ് കനാന്യർ. അതുകൊണ്ട് കനാന്യർ ശപിക്കപ്പെട്ടവരാണ്. അവർക്ക് കിട്ടിയ സ്ഥലമാണ് സോർ സീദോൻ ദേശം. അവിടെ നിന്നാണ് ഒരു സ്ത്രീ കടന്നു വരുന്നത്. ഇവർക്ക് ഈ ഇടയിലേക്ക് കയറാനുള്ള അവസരമില്ല. അങ്ങനെ കനാന്യർ ശപിക്കപ്പെട്ടവരായി കഴിയുമ്പോഴാണ് ഏകദേശം ഒരു 3000-ഓളം വർഷങ്ങൾക്ക് ശേഷം കടന്നു പോകുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ആ തലമുറയിലുള്ള ഒരു സ്ത്രീ ഓടി വന്ന് നിലവിളിച്ച് പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. എൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറ്റിത്തരാൻ അവൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം പറഞ്ഞത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവളെ പിന്മാറ്റിയില്ല. അവൾ അവിടെ തന്നെ നിന്നു. യേശുവിൻ്റെ പിന്നാലെ നടന്ന് പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്, നിലവിളിക്കുകയാണ്. കർത്താവ് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്ന ചിത്രം. ഇതിൽ നിന്ന് നാം പഠിക്കുന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട്. ഒന്നാമത്, കനാന്യർ ശപിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ശാപം മാറിക്കിട്ടാൻ, ഒരു ശാപത്തിൻ്റെ തലമുറയ്ക്ക് തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കുറവ് കൊണ്ട് സംഭവിച്ചു പോയ ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആ സ്ത്രീ ഓടി വരുന്നത് ദാവീദ് പുത്രനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. നിൻ്റെ ശാപം മാറാൻ, തലമുറകൾക്കേറ്റിട്ടുള്ള ശാപം മാറാൻ, നമ്മുടെ കുറവുകൊണ്ട് അല്ലെങ്കിൽ പോലും തലമുറകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നിൻ്റെ അമ്മയപ്പന്മാർ തലമുറകൾ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളുടെ പരിഹാരമായി ഏൽക്കപ്പെട്ടിട്ടുള്ള ശാപത്തിൽ നിന്ന് പരിഹാരം നേടാൻ ക്രിസ്തു സാന്നിധ്യമാണ് അതിനുള്ള മറുപടി എന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു ആ സ്ത്രീ. അങ്ങനെ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വന്ന്, ദാവീദ് പുത്ര, കരുണ ചെയ്യണമേ. ദൈവത്തിൻ്റെ കരുണ ലഭിച്ചാൽ ഏത് ശാപവും മാറിക്കിട്ടും. ദൈവത്തിൻ്റെ കരുണ ലഭിച്ചാൽ നിൻ്റെ കുടുംബത്തിനേറ്റ ശാപം മാറിക്കിട്ടും. ദൈവത്തിൻ്റെ കരുണ ലഭിച്ചാൽ വ്യക്തിജീവിതങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടും. ഇത് തിരിച്ചറിഞ്ഞ സ്ത്രീയായിരുന്നു കനാന്യ സ്ത്രീ. അതാണ് അവളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം. തന്നെയുമല്ല, നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു പക്ഷേ മാതാപിതാക്കൾക്കോ നിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കോ ഒക്കെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഉണ്ടായേക്കാം. എന്നാൽ തലമുറകളുടെ ജോലി പിതാക്കന്മാരുടെ നഗ്നത നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നതല്ല നിൻ്റെ ശുശ്രൂഷ. അത് ലോകത്ത് മുഴുവൻ അറിയിക്കുന്നതല്ല നമ്മുടെ ശുശ്രൂഷ. അത് വാട്സപ്പിലൂടെയും അല്ലാതെയും ലോകക്കാരെ അറിയിക്കുന്നതല്ല നമ്മുടെ പ്രധാന ശുശ്രൂഷ. കുറവുകളുണ്ടാവാം, പോരായ്മകൾ ചൂണ്ടിക്കാട്ടാം. പക്ഷേ അത് ലോകത്തിന് മുമ്പിൽ അത് പരസ്യപ്പെടുത്തുന്നതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഇന്ന് വളരെ ഏറി വരുന്ന ഒരു പ്രധാന ശുശ്രൂഷ ഇതാണ്. എന്നാൽ ആ തലമുറ ശപിക്കപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കുറവുകൾ ചൂണ്ടിക്കാട്ടണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ശാപം വലിച്ചു വെക്കുന്ന അവസ്ഥകളിലേക്ക് നാം കടന്നു പോകരുത് എന്നും ഈ കനാന്യ സ്ത്രീയുടെ സംഭവത്തിലൂടെ നാം പഠിക്കുകയാണ്. അല്പം ബോധമുള്ള 2 സഹോദരങ്ങൾ വന്ന് ആ നഗ്നത മറച്ചു കളഞ്ഞു. ദൈവശുശ്രൂഷയുടെ അടിസ്ഥാന ഭാഗം അതാണ്. യൗസേഫിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം ഗർഭിണിയായെന്ന് കാണപ്പെട്ടു, എന്നാൽ അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവൻ അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു.
മറിയം ഗർഭിണിയായെന്നുള്ളത് സത്യമാണ്. ജോസഫിന് അതിൽ കാര്യമില്ലെന്നുള്ളതും സത്യമാണ്. പക്ഷേ അത് ലോകക്കാരെ അറിയിക്കാൻ ജോസഫ് ആഗ്രഹിച്ചില്ല. അവിടെ പറയുന്നത് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ, ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് ലോകാപവാദം വരുത്തും. അതുകൊണ്ട് അപ്രകാരമുള്ളൊരു ശുശ്രൂഷയ്ക്ക് ജോസഫ് തയ്യാറായില്ല. ഇതിൽ നിന്ന് നാം പഠിക്കുന്ന വലിയ ദൈവിക പാഠങ്ങളുണ്ട്. ആധുനിക ലോകത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. രണ്ടാമത്, ഈ കനാന്യ സ്ത്രീയുടെ ഈ പാഠത്തിൽ നാം പഠിക്കുന്ന പാഠം, അതുകൊണ്ടാണ് ഈ കനാന്യർ ശപിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ മകന് ഭാര്യയെടുക്കാനായി എലയാസർ എന്ന കാര്യസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അവൻ പറയുന്നുണ്ട്, ചുറ്റും പാർക്കുന്ന കനാന്യരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ കനാന്യർ ശപിക്കപ്പെട്ടവരാണ്. ആ തലമുറയിലുള്ള ഒരു സ്ത്രീയെപ്പോലും എൻ്റെ മകന് ഭാര്യ എടുക്കരുത് എന്ന് അബ്രഹാം പ്രത്യേകം ശുപാർശ ചെയ്ത് പറയുന്നതായി ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്നു. അതിൻ്റെ അർത്ഥം കനാന്യർ ശപിക്കപ്പെട്ടവരാണ്, ബന്ധം കൂടാൻ പറ്റുന്നതല്ല എന്ന് പഠിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള സ്ത്രീയാണ് ഇപ്പോൾ യേശുവിൻ്റെ അടുത്ത് ഓടി വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, കർത്താവ് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ മറുപടി പറയാതെ പോകുന്നതായി തോന്നിയേക്കാം. അവൻ ചിലപ്പോൾ നമ്മുടെ ചില യാചനകൾ കേട്ടില്ല എന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറുപടികൾ കിട്ടിയേക്കാം. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം ആവശ്യപ്പെടുന്നതെല്ലാം അതുപോലെ ടിക്ക് ചെയ്ത് അതെല്ലാം പാസ്സാക്കി തരുന്നതല്ല ദൈവ ശുശ്രൂഷയുടെ ഭാഗം, പ്രാർത്ഥനയുടെ അനുഭവം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ നോ എന്ന് പറഞ്ഞേക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞേക്കാം, അല്പം വെയിറ്റ് ചെയ്യേ, സമയമായില്ല എന്ന് പറഞ്ഞേക്കാം. പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ ജഡത്തിലൊരു ശൂലം ഇത് മാറ്റിത്തരാൻ 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു. പക്ഷേ കർത്താവ് അത് മാറ്റിക്കൊടുത്തില്ല. നമ്മേക്കാൾ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ആവശ്യം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥന അവൻ കേട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് കേൾക്കാതിരുന്നിട്ട് അവനോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയെ തികഞ്ഞു വരുന്നതാണ് കൃപ. അതുകൊണ്ട് ദൈവകൃപയുണ്ടെങ്കിൽ, നിനക്ക് അസുഖമുണ്ടെങ്കിലും ദൈവകൃപ അതിൻ്റെ കൂടെയുണ്ടെങ്കിൽ അത് മതി. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പോലെ അതുപോലെ ആയിരിക്കില്ല മറുപടി. ചിലപ്പോൾ നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കാതെ പോകുന്നുവോ എന്ന് തോന്നിയേക്കാം. അതിൽ നിരാശപ്പെടരുത്. ചിലപ്പോൾ അതിൻ്റെ സമയം ആയിട്ടില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. സഭാപ്രസംഗി പുസ്തകം പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാനാവിലെ കല്യാണ വിരുന്നിൽ പോലും കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. എങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ നിലവിളിയുടെ മുമ്പിൽ ഒന്നും മിണ്ടാതെ പോയ കർത്താവിനെ എന്തുകൊണ്ടാണ് ഇത് കേൾക്കാതെ പോകുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ഇവിടെ നാം പഠിക്കുന്ന പാഠം, ചോദിക്കുന്നതിനെല്ലാം അതുപോലെ ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ലെന്നിരിക്കാം. ചിലപ്പോൾ അവൻ കേൾക്കാതെ പോകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം ഒരു പ്രാർത്ഥനയും കേൾക്കാതെ പോകുന്നില്ല. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു ചിത്രം, അവളിങ്ങനെ കർത്താവിൻ്റെ ഒഴിവൊഴിവുകൾ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പോവുക എന്ന് പറഞ്ഞ് തിരികെ പോകുന്നില്ല. അവിടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാത്ത ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. അവിടെ ലക്ഷ്യത്തിൽ നിന്ന് അവൾ പിന്മാറിയില്ല, അവൾ പിണങ്ങിപ്പോയില്ല. കുറച്ച് നാൾ ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, പ്രാർത്ഥന കേട്ടില്ല, എന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് മറ്റതിലേക്ക് പോകാം എന്ന് അവൾ കരുതിയില്ല. ഞാൻ ചോദിച്ച ആവശ്യങ്ങൾ നടത്തി തന്നില്ല, അതുകൊണ്ട് ഞാനിനി വേറെ അന്വേഷണത്തിലേക്ക് പോയില്ല. അവൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുക. അങ്ങനെ വന്നപ്പോൾ അവൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി പറയുകയാണ്. മേശയിൽ നിന്ന് വീഴുന്ന ചെറിയ കഷ്ണമായാലും മതി. അവളുടെ ദീനമായ അവസ്ഥ അവൾ വിശദീകരിക്കുകയാണ്. അവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കുക. അവളുടെ പ്രശ്നം അവളുടെ അസുഖം ആയിരുന്നില്ല. അവളുടെ മകളെ ബാധിച്ചിരിക്കുന്ന ഭൂതമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അത് മാറിക്കിട്ടാനാണ്
അവളുടെ ഈ യാചനയും നിലവിളിയുമെല്ലാം. ഇന്ന് അനേകം മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ വളരുന്നത് കാണാൻ സന്തോഷമുണ്ട്. അവരുടെ കൈയും കാലും മുഖവും നഖവും വിരലും വളരുന്നത് നോക്കി ആറ്റുനോറ്റ് വളർത്തുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ സന്തോഷമുണ്ടെങ്കിലും ഇന്ന് അനേകം മാതാപിതാക്കളുടെ പ്രശ്നം തങ്ങളെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഭൂതമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവ്. മക്കൾ വളരുന്നതനുസരിച്ച് മാതാപിതാക്കളുടെ നെഞ്ചിൽ തീ കൂടുകയാണ്. സമാധാനമായി ജീവിക്കാൻ പറ്റാതെ പോകുന്ന പേരൻസിൻ്റെ ഒരവസ്ഥ. മകൾ ചെന്നുപെടുന്ന അവിശുദ്ധമായ പല കൂട്ടുകെട്ടുകൾ, മകൻ ചെന്നുപെടുന്ന ഒട്ടും ആശാസ്യമല്ലാത്ത ബന്ധങ്ങൾ, മക്കളെ ബാധിച്ചിരിക്കുന്ന ലഹരിയുടെ അടിമകളായി പോകുന്ന കുഞ്ഞുങ്ങൾ, മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതമാണ് ഇന്ന് അനേകം മാതാപിതാക്കളുടെ പ്രതിസന്ധി. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വേദപുസ്തകത്തിലെ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായൊരു മനുഷ്യൻ്റെ ചിത്രം കാണാം. അവനെക്കുറിച്ച് പറയുന്ന ചില രോഗലക്ഷണങ്ങളുണ്ട്. അവൻ ഭവനത്തിൽ പാർത്തിരുന്നവനാണ്. പക്ഷെ അവനിപ്പോൾ അവിടെ നിന്ന് മാറി പുറത്താണ് പാർപ്പ്. ഭൂതം ബാധിച്ചിരിക്കുന്നവന് ഭവനത്തിലെ സന്തോഷത്തേക്കാൾ പുറത്തെ ജീവിതമാണ് സന്തോഷം. ഭൂതം ബാധിച്ചിരിക്കുന്നവൻ്റെ കൂട്ടുകെട്ട് ശവങ്ങളോടുകൂടിയാണ് അവൻ്റെ കൂട്ടുകെട്ട്. ഭൂതം ബാധിച്ചിരിക്കുന്നവനെക്കുറിച്ച് പറയുന്നത് അവൻ തന്നെത്താൻ മുറിക്കുന്നു, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. തന്നെത്താൻ നശിക്കുകയാണ്, ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ നശിപ്പിക്കുകയാണ്. ഭൂതം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ഒരു കാലം. ആർക്കും അവനെ ബന്ധിച്ചുകൂടാഞ്ഞു. അവിടെ വായിക്കുന്നത് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു, പക്ഷെ അവൻ ചങ്ങല ഉരുമിയൊടിച്ചു പോയി. ഒരു തലത്തിലും ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് രാജ്യത്തിലും സമൂഹത്തിലും സഭയിലും വീടുകളിലും ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരുതരം ഭൂതം ബാധിച്ച മനുഷ്യരുടെ ചിത്രം. ഇതിനു വേണ്ടിയാണ് ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നത്. മകളെ ബാധിച്ചിരിക്കുന്ന ഭൂതം. മാതാപിതാക്കൾക്ക് ഇന്ന് അവരുടെ പ്രതിസന്ധി അല്ല പ്രശ്നം, മക്കളുണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് പ്രധാന പ്രശ്നം. മകളെ ഭൂതം ബാധിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ആ സ്ത്രീ നിലവിളിക്കുകയാണ്. ദൈവകരുണയ്ക്കായിട്ടുള്ള യാചന. കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂതം മാറുകയുള്ളൂ. ഗദരദേശത്തെ രോഗിക്ക് കർത്താവ് പറഞ്ഞു, നിന്നിലെ ഭൂതം പോവാൻ. അവനിലടങ്ങിയിരിക്കുന്ന ഭൂതം വിട്ടുമാറിയപ്പോൾ അവൻ്റെ പഴയ അവസ്ഥകളെല്ലാം മാറി. ഇപ്പോൾ അവൻ സുബോധം പ്രാപിച്ചവനായി, അവൻ വസ്ത്രം ധരിച്ചവനായി. യേശു പടകേറുമ്പോൾ അവൻ അങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്, ഗുരു, ഞാനും നിൻ്റെ കൂടെ വരട്ടെ. ഇതുവരെ മൃതന്മാരുടെ കൂടെ പാർത്തവൻ ഇപ്പോൾ യേശുവിൻ്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുകയാണ്. അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുകയാണ്. അവനിൽ ബാധിച്ചിരിക്കുന്ന ഭൂതം പുറത്തു പോയപ്പോൾ 2000-ഓളം പന്നികളിൽ കയറി ആ പന്നികളെല്ലാം വെപ്രാളം പിടിച്ച് കടും തൂക്കത്തോട് കടലിൽ ചാടി ചാവുകയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് ഇറങ്ങിയ ഭൂതം 2000 പന്നികൾ ചാകാൻ കാരണമായി. നമ്മിൽ ബാധിച്ചിരിക്കുന്ന ഭൂതത്തെ പുറത്തിറക്കിയാൽ ഇങ്ങനെ എത്രയോ വലിപ്പമുള്ളതാണ് നമ്മിൽ കുടികൊള്ളുന്ന ഭൂതം. ഇത് മാറാൻ ദൈവ സാന്നിധ്യം മാത്രമാണ് മരുന്ന്. കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ പിശാച് പുറത്തു പോകും. ഇരുട്ടിന് അതിൽ തന്നെ ഒരു അസ്തിത്വമില്ല. പ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ട് തന്നെത്താൻ ഇല്ലാതെയാകും. ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ കർത്താവ് പറഞ്ഞു, ഇവളിൽ ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. വിശ്വാസം കൊണ്ട് യേശു അവളുടെ മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്ന് അവളെ വിടുവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ പ്രധാന സന്ദേശം അതാണ്. ഈ നാളിൽ നമ്മിൽ ബാധിച്ചിരിക്കുന്ന ഭൂതത്തിൽ നിന്നുള്ള വിടുതൽ കർത്താവിൻ്റെ സന്നിധിയിലെ നിലവിളിക്കാം. ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ഞാൻ ഓർപ്പിച്ചല്ലോ, കനാന്യർ ശപിക്കപ്പെട്ടവരാണ്, പക്ഷേ ശാപം മാറുകയാണ്. മകളിലെ ഭൂതം മാറിക്കിട്ടുകയാണ്. ക്രൂശമരണ സമയത്ത് കർത്താവിൻ്റെ പിന്നാലെ നടന്ന് കരഞ്ഞ സ്ത്രീകളോട് തിരിഞ്ഞു നിന്ന് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ചൊല്ലി നിലവിളിക്കുവിൻ.
കർത്താവിൻ്റെ കുരിശുമരണത്തെ ഓർത്ത് കരയുന്ന, യേശു എനിക്ക് വേണ്ടി കുരിശു മരിച്ചു എന്ന് കരയുന്ന, കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് കരയുന്ന സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് കരയാനുള്ള സമയമല്ല ഇപ്പോൾ. ഞാൻ എൻ്റെ ദൗത്യം, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സന്തതികളെക്കുറിച്ചും കരയുവീൻ. നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കരയാനുള്ള സമയമാണിത്. നമ്മുടെ കുറവുകളെക്കുറിച്ച് കരയാനുള്ള സമയമാണിത്. നമ്മുടെ ശാപത്തെക്കുറിച്ച് ഓർത്ത് കരയാനുള്ള സമയമാണിത്. നമ്മുടെ സന്തതികളെ ചൊല്ലി കരയാനുള്ള സമയമാണ്. ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളാണ് ഇന്ന് ആവശ്യം. മക്കൾക്ക് വേണ്ടി നമ്മളിന്ന് പലതും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ധാരാളം വീടുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്നാൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കരുതേണ്ടത് ഇത് മാത്രമല്ല. സമ്പാദ്യങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മക്കൾക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ മക്കളെ കർത്തൃസന്നിധിയെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഒരു അമ്മ തൻ്റെ മകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഒരമ്മ തൻ്റെ മകളുടെ ബോധമോർത്ത് ദൈവസന്നിധിയിൽ കരയുകയാണ്. മക്കളെ ചെറുപ്രായത്തിൽ തന്നെ മടിയിൽ വെച്ച് കരയുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. അത്തരം തലമുറകൾ ഇന്ന് ഇല്ലാതാവുകയാണ്. അതിൻ്റെ അലയടികൾ നമ്മുടെ സമൂഹത്തിലും വളരെ പ്രകടമാണ്. കർത്തൃസന്നിധി മകളെ കൂട്ടിക്കൊണ്ടുവന്നില്ല, പക്ഷേ അമ്മയാണ് വന്ന് കരയുന്നത്. മക്കൾക്ക് വേണ്ടി അമ്മമാർ കരയുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് പറഞ്ഞേക്കാം, എൻ്റെ മകൾ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, അവൾ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, മകൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നറിയില്ല, ഇവിടെ വ്യക്തമല്ല അത്. പക്ഷെ അമ്മ കരയാണ്. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ലോകത്തിൽ അറുവഷളനായി ജീവിച്ച് ഒരു കാലത്ത് ദേവാലയത്തിലെ കൊയറിൽ കീബോർഡ് വായിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ അവിടെ നിന്നിറങ്ങി വഷളനായി ജീവിക്കുകയായിരുന്നു. അവൻ്റെ അമ്മ വളരെ നിലവിളിച്ചു, എൻ്റെ മകനെ തിരിച്ചു തരാൻ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയുമായി പാതിരാത്രി വരെ ഉറങ്ങാതെ കിടന്ന ചെറുക്കൻ അത് കളഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൻ കടന്നു വരുമ്പോൾ ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി വായിക്കുന്ന ശബ്ദം അവൻ കേട്ടു. കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ച് കാലം പോക്കിയത് മതി. 1 പത്രോസ് 4:3. ഈ വാക്യം അവനെ സ്വാധീനിച്ചു. അവൻ്റെ അമ്മയുടെ പ്രാർത്ഥന അവനെ സ്വാധീനിച്ചു. അവനൊരു പുതിയ മനുഷ്യനായി എഴുന്നേറ്റു. അവനാണ് പിന്നീട് സെയിൻറ്റ് അഗസ്തീൻ, വിശുദ്ധ അഗസ്തീനോസായി രൂപാന്തരപ്പെട്ടവൻ. അവൻ്റെ അമ്മയായ മോണിക്ക എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണുനീരാണ് അവനെ വിശുദ്ധനാക്കി മാറ്റിയത്. അമ്മമാർ മക്കളെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. ഈ കനാന്യ സ്ത്രീയുടെ മകളുടെ ബോധോപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ആഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം, കർത്തൃസന്നിധിയിൽ നമുക്ക് കടന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം ദൈവം അത്ഭുതം ചെയ്യട്ടെ, അതിന് സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.